സംഘടനകളും അതുപോലെ തന്നെ ഗവൺമെൻറ്റും ഒക്കെ അവരുടെ സഹായഹസ്തങ്ങളുമായി വരികയാണ്. അത് കാണിക്കുന്നത് എല്ലാവരും ദുരന്ത ബാധിതരോടൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ്. ഞങ്ങളുടെ പ്രോജക്റ്റ് ഈ 28-ാം തീയതി കംപ്ലീറ്റ് ചെയ്ത് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇവിടെ സർക്കാരിൻ്റെ ലിസ്റ്റിൻ്റെ അപ്പുറത്തും ഒരുപാട് ആളുകൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് ബാക്കിയുണ്ട്. ആ കുറവെല്ലാം നികത്താൻ വേണ്ടി മുന്നോട്ട് വന്ന പ്രിയങ്കാജിയെയും രാഹുൽജിയെയും അങ്ങേയറ്റം അഭിനന്ദിച്ചുകൊണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അങ്ങേയറ്റം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ജയ്. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, ഏറെ പ്രിയപ്പെട്ട ശ്രീ KC വേണുഗോപാൽ MP. അഭിനന്ദനായ രാഹുൽജി, പ്രിയങ്കാജി, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഈ വേദിയിലെ MP-മാരും MLA-മാരും ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ നേതാക്കളെ, എത്രയും പ്രിയപ്പെട്ട വയനാടിലെ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ ഞെട്ടിത്തിരിപ്പിച്ചുകൊണ്ടാണ് 24 ജൂലൈയിൽ ആ ദുരന്തമുണ്ടായത്. ഞാൻ ഓർക്കുന്നു, പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന വേളയായിരുന്നു അത്. ഈ ദുരന്തം അറിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം രാത്രി പുലർച്ചെയാണ്ടായത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ റെക്കോർഡുകളിൽ, ചരിത്രത്തിൽ കാണാവുന്ന ഏറ്റവും വികാരനിർഭരമായിട്ടുള്ള ഒരിടപെടലായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ. അന്ന് അദ്ദേഹം സർക്കാരിനോട് തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾ കൂടിയായിട്ടുള്ള വയനാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ട അടിയന്തരമായ ഇടപെടലുകളും സഹായങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഇടപെടലായിരുന്നു നടത്തിയത്. അന്നു മാത്രമല്ല, അദ്ദേഹം ആവശ്യപ്പെട്ടു, ഒരു പ്രത്യേക ചർച്ച വേണം പാർലമെൻറ്റിൽ, വയനാട് ദുരന്തത്തെക്കുറിച്ച് ഒരു സ്പെഷ്യൽ ഡിസ്കഷൻ വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പാർലമെൻറ്റിലെ ഇടപെടൽ നമുക്കറിയാം. ബാങ്കുകളുടെ നിലപാടുണ്ടായിരുന്നു, അത് അനുകൂലമല്ലാത്ത നിലപാടായിരുന്നു. വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ ബാങ്കുകളൊക്കെ തന്നെ പ്രതികൂലമായ നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ പാർലമെൻറ്റിനകത്ത് ഏറ്റവും ശക്തമായ ഭാഷയിൽ പ്രിയങ്ക ഗാന്ധി സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുകയുണ്ടായി. അതുപോലെ കേന്ദ്ര സഹായത്തിൻ്റെ വിഹിതം കൂട്ടാതിരുന്നപ്പോൾ കേന്ദ്ര സഹായം കേരളത്തിൻ്റെ അക്കൗണ്ടിൽപ്പെടുത്തി, പഴയ ദുരന്ത നിവാരണത്തിൻ്റെ അക്കൗണ്ടിൽപ്പെടുത്തി കൊടുത്തപ്പോഴൊക്കെ തന്നെ പരിഹരിക്കുകയുണ്ടായി. അന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇവിടെ വന്നപ്പോൾ നൽകിയ ഉറപ്പാണ്, ഞങ്ങളും ഈ പ്രശ്നത്തിലുണ്ടാവും, സർക്കാരിനോടൊപ്പം കൂട്ടമായി നമ്മളുണ്ടാവും. ദുരന്തഭൂമിയിൽ രാഷ്ട്രീയം കളിക്കുന്ന പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ട് അത് UDF-ൻ്റെയും പാരമ്പര്യമല്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായി സർക്കാരിനെ സഹായിച്ചു. രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് തന്നെ വിളിച്ചു, സിദ്ധരാമയ്യോട് പറഞ്ഞു, കർണാടകത്തിലെ ഗവൺമെൻറ്റിനോട് പറഞ്ഞു, കേരളത്തിലെ ജനങ്ങൾ ദുരിതമായി അനുഭവിക്കുന്നുണ്ട്, നിങ്ങളുടെ സഹായം ഉണ്ടാകണം. 4 പ്രാവശ്യം കർണാടകത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുകയുണ്ടായി. അവർ പ്രത്യേകമായി വീടുണ്ടാക്കി കൊടുക്കാൻ തയ്യാറായിരുന്നു, പ്രത്യേകമായ സ്ഥലം കൊടുത്തിരുന്നുവെങ്കിൽ. അതല്ല, കേരള സർക്കാരിൻ്റെ സഹായത്തിലേക്ക് നൽകിയാൽ മതി എന്നവർ പറഞ്ഞപ്പോൾ 20 കോടി രൂപയാണ് കർണാടക സർക്കാർ ഓഫർ ചെയ്ത് കേരളത്തെ ഏൽപ്പിച്ച് 10 കോടി ഓൾറെഡി കൈമാറിക്കഴിഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ തന്നെയായിരുന്നു. തെലങ്കാന ഗവൺമെൻറ് തയ്യാറായി, പക്ഷേ പോസിറ്റീവായ റെസ്പോൺസ് സർക്കാരിൽ നിന്നുണ്ടായിട്ടില്ല. നമ്മളീ പറയുന്നത്, നമ്മളും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യം മുതലേ തന്നെ സ്ഥലം അനുവദിച്ച് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കിട്ടിയില്ല. പിന്നീട് സ്ഥലത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് തെരച്ചിലുകൾ നമ്മൾ നടത്തുകയുണ്ടായി. ആ തെരച്ചിലിൻ്റെ അവസാനമാണ് ഇവിടെ നമ്മൾ 3 പ്ലോട്ടുകളിലായിട്ട് ഈ വീടുകൾ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞ കാര്യം രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഒരു കാര്യത്തിൽ സംശയം വേണ്ട. ആ പറഞ്ഞ കാര്യം 100% പാലിച്ചിരിക്കുമെന്നുള്ളത് ഞങ്ങളിവിടെ വെച്ച് ഉറപ്പ് നൽകുകയാണ്. താമസിയാതെ ഞങ്ങൾ കൺസ്ട്രക്ഷൻ കമ്പനി ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഡിസൈൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. നിർമ്മാണ ജോലികളുമായി മുന്നോട്ട് പോകും. ഇതൊരു രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള അവകാശവാദമൊന്നുമല്ല, മറിച്ച് വയനാട്ടിലെ ജനങ്ങൾക്ക് കോൺഗ്രസും UDF-ഉം രാഹുൽ ഗാന്ധിയും നൽകുന്ന ആ മാനസികമായ ഉറപ്പിൻ്റെ സ്ഥിരീകരണമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം നമുക്കറിയാം, ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു പോയ, എല്ലാം നഷ്ടപ്പെട്ടു പോയ കച്ചവടക്കാരുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ ഏറ്റവും ശക്തമായ ഇൻ്റർവെൻഷനായിരുന്നു. സർക്കാരിൻ്റെ നോംസ് അനുസരിച്ച് അവർക്ക് സഹായം കിട്ടില്ല എന്ന് പറഞ്ഞു. ആ പാവപ്പെട്ടവർക്ക് കുറച്ച് പൈസ കിട്ടിയിരുന്നെങ്കിൽ കച്ചവടം തുടങ്ങാമായിരുന്നു, അവരുടെ കടകൾ തുടങ്ങി ആരംഭിക്കാമായിരുന്നു. നൽകിയില്ല. ഞങ്ങളോട് പറയുന്നു, 40 പേർക്കാണ് 5 ലക്ഷം രൂപ വെച്ച് ആ കച്ചവടക്കാർക്ക് നമ്മളിവിടെ ചെക്കായി നൽകുന്നത് എന്നുള്ളത്
ഇവിടെ പറയാനായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.